ഹലോ ഗൈസ്, എല്ലാവരും സർപ്രൈസ് കൊടുത്ത് സക്സസ് ആയ കഥ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരെ തിരിച്ച് നല്ല മൂഞ്ച കഥ കാണിച്ചിട്ടോ. ഈ അങ്ങനെ എൻ്റെ കുട്ടിനെ വെച്ച് ഈ അട്ടപ്പാലയായിട്ട് ഞാൻ ഇറങ്ങാൻ കേട്ടാറ് കോഴിക്കോട് വെച്ചിട്ട് പോകുമ്പോൾ തന്നെ നമ്മളെ മഹിൾ വാഹനത്തിന് എന്തെങ്കിലും കൊടുത്താലല്ലേ സാധനം നമ്മളെ കറക്റ്റായിട്ട് അവിടെ എത്തിക്കുള്ളൂ. അപ്പോൾ ആ ചടങ്ങും കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ട് തന്നെ. ഇതുവരെ സാധനം കറക്റ്റ് നല്ല സ്മൂത്തായിട്ട് പോകണം. ഇനിയാണ് ടിസ്റ്റ്. മഴ പെയ്ത് ഗായ്സ്, മഴ പെയ്തു, നല്ല മഴ. അത്യാവശ്യം കൊണ്ടിക്കാൻ കഴിയുന്ന മഴയാണ്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ബീച്ചിൽ തന്നെ വെച്ച് വിളിച്ചു. ആ മൈൻഡിടെ കൂടെ ഷട പടയുന്ന ബൈക്കുമ്പോൾ നടക്കുന്നത് നൈസായിട്ടാണ് വീട്. നല്ല പണിയും കിട്ടി. പാൻറ് ഒന്നിനും പറ്റൂല, നന്നായി കീറി ഈ കീറി രണ്ടും വെച്ച് ഞങ്ങൾ കേൾക്കാൻ മതി. അപ്പോൾ തന്നെ മുന്നേ ഒരാൾ ചളി തളി ചൂടുണ്ടാട്ടോ. കസ്റ്റമറിനെ കണ്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനം കൊടുത്ത് മഴ ആയതുകൊണ്ട് കേക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അതൊരു പ്രശ്നമായിരുന്നു. കസ്റ്റമർ ആകെ സഡായിരിക്കണം. നേരെ വിട്ട് നമ്മളെ മഹിൾ വാഹനത്തിൽ തന്നെ കേക്ക് വാങ്ങിക്കണം. ആ പാൻറ് വെച്ചപ്പോൾ നേരം 12 മണിയാണ്. നമ്മൾ 12 മണിക്ക് സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചറിഞ്ഞ ആൾക്കാരാണ്. സാഹചര്യത്തിന് സമ്മർദ്ദം വരും. അങ്ങനെ തന്നെ നമ്മൾ കേക്ക് വാങ്ങിക്കണേ 12:45 ആയി തുടങ്ങിയ ഏകദേശം. പിന്നെ ഒക്കെ ഷടപടയാണ്. കേക്ക് കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, ഒരു പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഏതായാലും നമ്മൾ കോഴിക്കോട് ബീച്ച് വരെ പോയതല്ലേ. പേരും കയറി ഷൂവും ചായയും മൊത്തം ലംബാണ്. ഒരു ചായയും കുടിച്ച് നൈസായിട്ട് അവിടുന്ന് തിരിച്ച് മൂപ്പർ വീട്ടിൽ വണ്ടി എത്ര ഞാൻ തോന്നിയപ്പോൾ വണ്ടി ഞാൻ തന്നെ എടുത്തു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവർക്കും തട്ടാം. ഇതാണ് നമ്മളെ കഥ. പറയാൻ പറ്റും. ഞാൻ എന്താ സാധനം കൊണ്ട് കൊടുക്കാൻ പോലെ കാണണ്ടേ. അതുപോലെ കണ്ടിട്ട് വെക്കാം. ഇതാണ് ഞാൻ ഉണ്ടാക്കി അവിടെ എത്തിച്ച സാധനം. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഏതായാലും ഈ വീട്ടിൽ പോയി നല്ലൊരു ഉറക്കം വസാക്കണം. അപ്പോൾ എല്ലാവർക്കും തട്ടാ. ബൈ ബൈ.